വളരെ വൈകാരികമായി സെൻസേഷണലായി കൈകാര്യം ചെയ്യേണ്ട വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP ഉണ്ടാക്കുന്ന സ്വാധീനം തന്നെയാണ്. ചൈനയുമായുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ അരുണാചൽ പ്രദേശിലെ രാഷ്ട്രീയ സ്ഥിരത BJPയുടെ നിലപാടുകളോട് യോജിച്ചുള്ള മുമ്പോട്ടുള്ള പോക്ക് നിർണായകമാണ്. സിക്കിം അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ BJPയുടെ പക്ഷത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP എടുക്കുന്ന നിലപാട് അങ്ങനെ തന്നെയാണ്. പതിയെ പതിയെ ഇന്ത്യൻ ദേശീയത അവർ കൊണ്ടുവരികയാണ്. ദേശീയതയിലൂടെ മാത്രമേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മണിപ്പൂർ പോലെയുള്ള വളരെ സെൻസിറ്റീവായ വിഷയങ്ങളിൽ BJP മൗനം പാലിക്കുന്നതും അകലം പാലിക്കുന്നതും. ഇതേ നിലപാടിന്റെ ആവർത്തനമാണ് തമിഴ്നാട്ടിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ണാമലൈ എന്നൊരു തനി തമിഴിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ IPSൽ നിന്നും പുറത്തിറക്കി തമിഴ് ദേശീയതയ്ക്കൊപ്പം തന്നെ ഭാരതീയ ദേശീയത കൂടി ചേർക്കുന്നതിനുള്ള ശ്രമമായി തമിഴ്നാട്ടിൽ ഇറക്കി നടത്തിയ പരീക്ഷണം ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. BJPക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. അത് RSSന്റെ പ്ലാനാണ്. ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നു എന്നതിന് തെളിവാണ് അരുണാചലിലെയും സിക്കിമിലെയും തെരഞ്ഞെടുപ്പ് ഫലം.